ഇതിൻ്റെ ഇലയും കൊണ്ട് നമുക്ക് 4 മണി കാപ്പിക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം. തണ്ടും കൊണ്ട് നമുക്കൊരു തോരനും വെക്കാം. നമ്മുടെ ചേമ്പല പലഹാരം ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ചേമ്പല ആദ്യം ഈ ചേമ്പലയുടെ ഇങ്ങനെയുള്ള തണ്ടൊന്ന് ഈ എന്തെങ്കിലും കൊണ്ടൊന്ന് തൂത്തുവിടണം. അന്നേരം ഇത് പതിഞ്ഞിരുന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ മാവ് അരിപ്പൊടിയോ കടലമാവോ കടലയുടെ പൊടിയോ മൈദയോ എന്തെങ്കിലും മതി. ഞാനിത് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, നൈസായിട്ട് അപ്പത്തിൻ്റെ അരിപ്പൊടി. അതിനകത്തേക്ക് വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി അരച്ചിട്ട് നന്നായിട്ട് കട്ടി കുറച്ചിങ്ങനെ വരക്കണം. എന്നിട്ട് അടുത്ത ഇല ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതേലും ഇങ്ങനെ ആക്കണം. എന്നിട്ട് അങ്ങനെ എത്ര എണ്ണം വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഉണ്ടാക്കുന്ന അളവനുസരിച്ച്. ഇപ്പോൾ കുറേ കൂടുതലുണ്ടാക്കണമെങ്കിൽ കൂടുതലില മേക്കുമേതെ ഇങ്ങനെ പരത്തി കൊടുക്കണം. മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒഴിക്കുക, ഇങ്ങനെ നൈസായിട്ട് പരത്തുക. ഒരു 4 ഇലയോ 5 ഇലയോ ഒക്കെ വരെയും വെച്ച് കൊടുക്കാം. ഇത് പരത്തുമ്പോഴേക്കും ഇഡ്ഡലി ചെമ്പരയ്ക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കണം. എന്നിട്ട് നമുക്ക് എളുപ്പമുള്ള പോലെ ഇങ്ങനെ 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 ഒഴിക്കുക. ഇങ്ങനെ പരത്തി എന്നിട്ട് ഇങ്ങനെ 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 റോളാക്കണം. ആവി കയറ്റാൻ വെക്കണം. നമ്മുടെ ഇല വെന്തോ നോക്കാം കേട്ടോ. ആവി കയറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേമ്പലല്ലേ, ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമ്മൾ ആവി കയറ്റിയ ചേമ്പിൻ്റെ സംഭവം ഇങ്ങനെ ചെറുതായിട്ട് കട്ടി കുറച്ച് കണ്ടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കട്ടി കൂട്ടി കണ്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അന്നേരം ഉച്ചിരി കട്ടി കുറഞ്ഞതാണ് നല്ലത്. നമ്മളിതിനി മുക്കി പൊരിക്കാൻ വേണ്ടി കുറച്ച് കടലമാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണ്ട. ഇച്ചിരി കാശ്മീരി മുളക് പൊടി, നമ്മുടെ പാകത്തിനുള്ള ഉപ്പും ചേർത്താൽ മതി. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്താൽ നല്ലതാണ്. പിന്നെ അവനവൻ്റെ ഇഷ്ടം പോലെ എള്ളോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇതിനകത്തിട്ട് കൊടുക്കണം. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ, ഭയങ്കര ലൂസായിട്ട്. അങ്ങനെ ഓരോന്ന് മുക്കി എണ്ണയിലേക്ക് ഇടുക. ഒരു ക്രിസ്പി ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ, കയ്യോ എന്തോ ആയി വരുള്ളേ. നമ്മളിനി ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു വശം നമ്മൾ മീൻ കുറക്കുന്ന പോലെ ഒരു വശം ഫ്രൈ ആയെന്നറിയുമ്പോൾ മറ്റേ വശം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നോർത്താം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതാണ്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേമ്പല കൊണ്ടുള്ള പലഹാരം റെഡിയായി കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ തക്കാളി സോസോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണേ. ഇപ്പോൾ പെട്ടെന്നൊരു തക്കാളി സോസ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മുക്കുക. ചേമ്പലാന്ന് പറയില്ല, സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് മാവിനകത്ത് മുക്കിയിടണമെന്നില്ല, അല്ലാണ്ട് ചുമ്മാ ഫ്രൈ ചെയ്താലും നല്ലതാണ്. ഞാനിപ്പം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് മാവിനകത്തൊക്കെ ഇച്ചിരി മുക്കിയിട്ടാൽ ഒരു ഗുമ്മാവുമല്ലോ, അതുകൊണ്ട് മുക്കിയിട്ടതാണ്. പക്ഷെ അകത്തുള്ള കോട്ടിങ് നിർബന്ധമായിട്ട് വേണം. പുറത്തെ കോട്ടിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഫ്രൈ ചെയ്ത് എടുക്കാം. ഇച്ചിരി സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പക്ഷേ ഇത് നമ്മുടെ ചേമ്പലയാന്ന് പറയത്തില്ല കേട്ടോ. ചേമ്പലക്കൊക്കെ ഇപ്പോൾ രാജയോഗം കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.